ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രാജാക്കന്മാരെയും രാജകുമാരിമാരെയും രക്ഷിക്കാൻ പടയാളികൾ യുദ്ധം ചെയ്യും. യുദ്ധത്തിനിടയിൽ പല പടയാളികളും മരിച്ചുപോയെന്നും വരും. അതോർത്ത് രാജാവും രാജകുമാരിയും വിഷമിക്കാറില്ല, ദുഃഖിക്കാറുമില്ല. പറഞ്ഞത് മനസ്സിലായല്ലോ? ദൈവമേ, അടുത്തേക്ക് വരരുത്. ശരി ശരി, താങ്ക് യു സിസ്റ്റർ, താങ്ക് യു സോ മച്ച്. സാറേ എന്തായി? പേടിക്കാനൊന്നുമില്ല. പ്രതാപന് കുഴപ്പമൊന്നുമില്ല. കൈക്കൊരു വെട്ടേറ്റതാ. അയ്യോ ദൈവമേ, എന്റെ കുട്ടി. പ്രതാപനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടൊന്നുമില്ല. അവര് ദേ ഇപ്പം ഇങ്ങോട്ട് വരുന്നുണ്ട്. ഭാഗ്യം. ആ പാട്ടുപൊരിക്കൽ കർത്താവ് അയാൾ എന്തൊരു മനുഷ്യനാ. മകള് മത്സരത്തിന് തോറ്റുപോയതിന് തല്ലുണ്ടാക്കാൻ നടക്കുന്നു. ഹേയ് അല്ല, അയാൾക്കും ശരിക്ക് കിട്ടിക്കാണും. പ്രതാപനും വേണുവും ജഗനും ഉണ്ടായിരുന്നല്ലോ, ചതച്ചരച്ച് കാണും. ആശുപത്രി വിവരങ്ങൾ വല്ലതും അറിഞ്ഞോ സാറേ? അറിഞ്ഞു, കുഴപ്പമൊന്നുമില്ല. അവരൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പൊ ഇങ്ങോട്ട് വരും. ഓ ദൈവമേ, ഒന്നും സംഭവിക്കാതെ നീ കാത്തല്ലോ, ദൈവത്തിന് നന്ദി. ശുംഭൻ കർത്ത പട്ടശ്ശേരി വൈദ്യശാലയിലാണെന്ന് കേട്ടു. ചവിട്ടി തീരുമാനമായിരിക്കും. അയാൾ എവിടെയെങ്കിലും പോയി തൊലയട്ടെ. എനിക്കൊന്നുമില്ല ചേച്ചി. കുഴപ്പമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. പേടിക്കാനൊന്നുമില്ല. ഒരു 2-3 ദിവസം കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കണം. അപ്പൊ എല്ലാം മാറിക്കോളൂ. ഇവരെല്ലാരും ഉണ്ടായിരുന്നിട്ടും പ്രതാപനിട്ടാണ് അവര് വെട്ടിയത്. എനിക്കിട്ട് അയാള് വെട്ടിയത്. എന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഇടയില പ്രതാപേട്ടന് വെട്ടേറ്റത്. ദൈവമേ, അവിടെ നടന്നതിനേക്കാൾ വലിയ അടിപിടി ഇവിടെ നടക്കുവോ? പ്രതാപൻ കുറച്ചു ദിവസത്തേക്ക് മേലനങ്ങി ഒന്നും ചെയ്യണ്ട. റെസ്റ്റ് എടുത്താൽ മാത്രം മതി. കുറുപ്പേ, ഓ അംബികേ, പ്രതാപൻ ഇന്നു മുതൽ ചാവടിയിലെ കിടപ്പ് മതിയാക്കുക. ഇവിടെ ഒരു മുറിയിൽ കിടന്നാ മതി. ചാവടി കിടന്നാൽ ആർക്കും ശ്രദ്ധിക്കാൻ പറ്റില്ല. കുറുപ്പേ, ഓ ഞാനിവിടെ ഉണ്ട് സാർ. പ്രതാപന് വേണ്ടി ഒരു മുറി റെഡിയാക്കി കൊടുക്കുക. മുറി റെഡിയാണ്. എന്നാൽ അവനെ മുറിയിലേക്ക് കൊണ്ടുപോയിക്കോളൂ. അവൻ റെസ്റ്റ് എടുക്കട്ടെ. ഓ മോനെ, ജഗ വാ. പത്മേ, പത്മ എവിടെ പോന്നു? അവനെ അവര് കൊണ്ടുപോയിക്കോളൂ. രാജാക്കന്മാരെയും രാജകുമാരിമാരെയും രക്ഷിക്കാൻ പടയാളികൾ യുദ്ധം ചെയ്യും. യുദ്ധത്തിനിടയിൽ പല പടയാളികളും മരിച്ചുപോയെന്നും വരും. അതോർത്ത് രാജാവും രാജകുമാരിയും വിഷമിക്കാറില്ല, ദുഃഖിക്കാറുമില്ല. പറഞ്ഞത് മനസ്സിലായല്ലോ? പ്രതാപേട്ടൻ എന്റെ പടയാളിയൊന്നുമല്ല. എനിക്കദ്ദേഹം മറ്റെന്തൊക്കെയാണ്.
കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്ക. വേദന നന്നായിട്ടുണ്ടോ പ്രതാപ? ഏയ് സാരമില്ല ചേച്ചി, സഹിക്കാവുന്നേ ഉള്ളൂ. ഓരോരോ കഷ്ടകാലങ്ങളെ മറ്റുള്ളവരെ സഹായിക്കാൻ പോയാലേ ഇങ്ങനെ ഇരിക്കും. ഞാൻ മറ്റാരെയല്ലോ സഹായിച്ചത്, പത്മയല്ലേ. വേണ്ട വേണ്ട വേണ്ട, കിടന്നു. സുഖമില്ലാത്ത ആള് എണീക്കണ്ട, നീ അവിടെ തന്നെ കിടന്നു. വേദനയുണ്ട് അല്ലേ പ്രതാപ? കുഴപ്പമില്ല സാറേ, എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ട്. സഹിക്കാനും ക്ഷമിക്കാനും നിന്റെ അത്ര മിടുക്കുള്ള വേറെ ആരും ഇല്ലല്ലോ. അംബികേ, എന്താ സാർ? പ്രതാപന്റെ അടുത്ത് നിന്ന് നീ എങ്ങോട്ടും മാറണ്ട. ഇവന് ഭേദമാകുന്നവരെ നീ കൂടെ തന്നെ ഉണ്ടാവണം. ഞാൻ എങ്ങോട്ടും പോകില്ല സാർ. കോലോത്ത പണിയൊന്നും നീ തൽക്കാലം ചെയ്യണ്ട, അതിനൊക്കെ ഇവിടെ വേറെ പണിക്കാരുണ്ട്. നമുക്കെല്ലാവർക്കും വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. ആ ദിവസവാ ഇങ്ങനെ ആയത്. അതിലൊന്നും വിഷമിക്കണ്ട. മുറിവേറ്റത് എന്റെ അശ്രദ്ധ കൊണ്ടാ. ഹേയ്, ഒരിക്കലുമല്ല. സരസ്വതി പറഞ്ഞല്ലോ, സരസ്വതി നേരിട്ട് കണ്ടതല്ലേ. അയാൾ എന്നെ ലക്ഷ്യമിട്ടത്, അത് തടഞ്ഞതാ പ്രതാപേട്ടനെ വിട്ടേക്കാൻ കാരണം. നീ എന്റെ മകളെ രക്ഷിച്ചവനാ. നീ ഇല്ലായിരുന്നെങ്കിൽ എന്റെ മകൾ പത്മ ഈ കട്ടിലിൽ കിടക്കുമായിരുന്നു, ഇതിലും ഗുരുതരാവസ്ഥയിൽ. ഞാൻ എങ്ങനെയാടോ നിന്നോട് നന്ദി പറയുക? എന്താ സാർ ഇത്? സാർ എന്നോട് നന്ദി പറയോ? ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്റെ കടമയല്ലേ. അതൊക്കെ ശരിയാ, പക്ഷേ നിനക്കൊരു ആപത്ത് വന്നാ എനിക്ക് സഹിക്കാൻ പറ്റുമോ? ഇതൊന്നും നമ്മളാരും വരുത്തി കൂട്ടുന്നല്ലോ സാർ, വന്ന് ചേരുന്നതല്ലേ. എന്തായാലും നീ വിശ്രമിക്കുക പ്രതാപ. വാ മോളെ. അകലെ